അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ മാർക്കറ്റിൽ വന്നതാണ്. നമുക്ക് കുറച്ച് മീനും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കണം. അതിൻ്റെ പരിപാടിയാണ്. ഓക്കെ, നല്ല മീനുണ്ട് ഇവിടെ, ഫ്രഷ്. അപ്പോൾ ഇവിടുന്ന് സ്രാവ് കാണുന്നുണ്ട്, നല്ല അടിപൊളി സ്രാവ്. വാങ്ങിയാലോ? സ്രാവ് സൂപ്പർ ഫ്രഷാണ്. സ്രാവ് വാങ്ങല്ലേ? ഫ്രഷ് മാലാനുണ്ട്. അപ്പം മാലാനും വാങ്ങാം, കുറച്ച് ഫ്രൈ ആക്കാമല്ലോ അല്ലേ? അപ്പോൾ 1 കിലോ മാലാനും 1.5 കിലോ സ്രാവും. അടിപൊളിയായിരിക്കുന്നു. സ്രാവ് കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ കറിവേപ്പില വേണ്ടേ? ഈ മരത്തിൽ നിന്ന് ഫ്രഷ് കറിവേപ്പില പറിച്ചോണ്ടോ പറിക്കട്ടെ. അപ്പം നമ്മുടെ ഈ സ്രാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്രാവ് ഞാൻ നന്നായി കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വിനീഗറിൻ്റെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നു. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഞാൻ മറ്റേ ഇതാണ് പച്ചമുളക്, ഞാൻ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെള്ളുള്ളി, പിന്നെ പുളിയുടെ വെള്ളം, പിന്നെ കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മളെ നാടൻ വെളിച്ചെണ്ണ. ആഹാ, അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നില്ലേ നമ്മുടെ സ്രാവ്. അതിനെ നമുക്ക് ഉണ്ടാക്കണ്ടേ? അതിൻ്റെ പരിപാടിയാണ് ഇനിയിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചാർക്കോൾ കത്തിക്കുക, ഒന്നുമില്ല, ഇതൊക്കെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇതിൽ അടിയിൽ അടക്കയില്ലേ, നമ്മൾ അടക്കേൻ്റെ തോടിട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം തീ പിടിക്കാം. ഇതുണ്ടോ? അപ്പോൾ വേഗം തീ പിടിക്കും. ഈ ചാർക്കോൾ കത്തിക്കോളും. എന്നിട്ടൊരു പേപ്പർ വെക്കുക, അടിയിൽ വെച്ച് കൊടുക്കുക. സംഭവം വേണ്ട പോയഞ്ഞു തുടങ്ങി. ഇന്ന് ഞാൻ പൂളിക്കും. കത്ത് അടിപൊളി സ്രാവ് കറിയുണ്ട്. ഈ സ്രാവ് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ്. അപ്പോൾ കിട്ടുമ്പോൾ വാങ്ങി അപ്പം കഴിച്ചേക്കണം. നമ്മുടെ നാട്ടിലും എപ്പോഴൊന്നും കിട്ടൂല അല്ലേ? വലിയ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും, ഫിഷ് മാർക്കറ്റിലൊക്കെ, വലിയ ഫിഷ് മാർക്കറ്റ്. നമ്മൾ വില്ലേജിലൊക്കെ ഈ സാധനം കിട്ടണമെങ്കിൽ ഇടയ്ക്കൊക്കെ വരുള്ളൂ. പക്ഷേ അത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു സംഭവമായിരിക്കും സ്രാവ്. നമ്മളെടുത്ത് നല്ല സെറ്റപ്പിലല്ല ഉള്ളത്. അടിപൊളിയായിട്ട് ഉണ്ടാക്കണമെന്ന്. ഞാൻ മാലാനില്ലേ, മാലാന് വേറെ എന്തോ ഒരു പേര് പറയുമല്ലോ, അതും വാങ്ങിയിട്ടുണ്ട് 1 കിലോ. പക്ഷെ അത് ഇന്ന് ഉണ്ടാക്കുന്നില്ല, നാളെ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഉണ്ടാക്കാം. ഇന്നത്തെ ഈ കറി നമ്മൾ വേറൊരു മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, അതായത് നമ്മുടെ കൊച്ചുള്ളി എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാന്താരി മുളകാണ്. കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, ഗാർലിക്. അത് ഞങ്ങളുടെ വലിയ ചെഫിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജൂലിയൻ കട്ട്, നീളത്തിലരിഞ്ഞത്. അല്ലാണ്ട് പിന്നെന്താ, അതന്നെ. അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ എന്തിട്ട് കഴിഞ്ഞാലും പ്രശ്നമില്ല. നമ്മൾ കുക്കിങ് ഒരു പാഷനായിരിക്കണം, അതാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഇതാണ് മോനെ സംഭവം, കാശ്മീരി ചില്ലി പൗഡർ. അതൊരു കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു 1.5 ടേബിൾ സ്പൂണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂണ്. അതിട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടിപ്പോണ്ട മഞ്ഞൾപ്പൊടി, നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നല്ല എരിവുള്ള മുളകിൻ്റെ പൊടി, അത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. ആഹാ, മുളകും പുളിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ആയില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക്
വെള്ളം, നല്ല വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിരുന്നത് എന്തിനാ അറിയാം? നിങ്ങൾ എളുപ്പത്തിൽ വേഗം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറൊക്കെ തിന്നിട്ട് ട്രാവൽ ഡേ നൈറ്റിൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങൾക്കൊരു സമയം വേണമല്ലോ, അതിനാണ്. ഇതുണ്ട്, ഇത് കളറ് കണ്ടാൽ പോരെ മോനെ. കളറ് നോങ്ങുണ്ട്. അപ്പുറത്ത് നിന്നിട്ട് ഇതിങ്ങനെ നോക്കുന്നു. നോങ്ങിതാ വരുന്നുണ്ട്. ഇതാ വന്ന് മോനെ വന്നു. നോങ്ങിന്റെ സ്നേഹം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സ്നേഹം. ചട്ടി എടുക്കുക, അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഈ സാധനത്തിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ട കണ്ട ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെന്തിനാ അറിയാ നോങ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? കുറച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാവല്ലോ, അപ്പൊ കഴിക്കാൻ വേണ്ടിട്ടാ. പൊളിച്ചു മോനെ പൊളിച്ചു. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ, എന്നിട്ട് മീനിട്ട് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളത്തിന്റെ ആവശ്യം വരും. അതിന് നമ്മളെടുത്ത് വേറൊരു സംഭവം ഉണ്ട്. ഇതണ്ട പുളിവെള്ളമുണ്ട്, ടെമറിൻ. ഇത് ഒഴിച്ചു കൊടുക്കണം ഇനി. അപ്പോൾ കറക്റ്റായിരിക്കും. ഈ മീനെല്ലാം അതിൽ മുങ്ങിക്കിടക്കണം, അത്രേ വേണ്ടുള്ളൂ. വെളിച്ചെണ്ണ നമ്മൾ പിന്നീട് ഉപയോഗിക്കും, ഇപ്പം അല്ല. നല്ല ഇതുണ്ടാ തായ്ലൻഡിൻ്റെ നാച്ചുറൽ 100% റിഫൈൻഡ് കോക്കനട്ട് കുക്കിംഗ് ഓയിൽ, ഒമേഗ 3, 6, 9 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനെപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ നമ്മളെടുത്ത് അടിപൊളി കറിവേപ്പില ഉണ്ട് മോനെ, ഇന്ന് വറുക്കേണ്ടതാണ്. ഫ്രഷാ. തായ്ലൻഡിൽ ഇങ്ങനെ കറിവേപ്പിലൊക്കെ കിട്ടാന്ന് പറഞ്ഞല്ലോ സംഭവമാണ്. എല്ലാ സ്ഥലത്തും ഇല്ല, എന്നാലും കുറെ സ്ഥലങ്ങളിലൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മുടെ അവിടെ കൈ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ആ മീൻകുട്ടികളെല്ലാം അവിടെ കുറെ എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒരു മീൻകുട്ടിക്ക് 25 ബാത്ത. നല്ല വിലയുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്, ഡെയിലി ലൈഫ്.ตัวไวมันกินเก่งกินทั้งวันเลย อันนี้มันก็ขึ้นกินกันแล้ว അപ്പൊ നമ്മുടെ മീൻകറി ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ തൊപ്പിക്കിടക്കട്ടെ തലയിൽ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. നോങ്ങ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാ അറിയാം? ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വേണം നോങ്ങിന് കൊടുക്കാൻ. പുളിവെള്ളാണ് ഒഴിച്ചു കൊടുത്തത്. നോങ് ഉണ്ടാക്കും, കറി ഉണ്ടാക്കും. ഇന്ത്യൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന അറിയാം, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാങ്ങാണ് അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ നിന്ന് വന്നതാണ് നമ്മുടെ മീൻകറിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി. എല്ലാവർക്കും പണി കൊടുക്കണം, നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് അറിയാം? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഓടിച്ചാടി. അതായത് ഇതിലിപ്പോൾ എന്താ ഇട്ടത്? ഒന്നും ഇട്ടില്ല, ആകെ നമ്മളെ വീട്ടിലുള്ള സാധനം ഇടുക, എന്നിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കുക തിളച്ച് വരുമ്പോൾ. പിന്നെ ഫൈനലി കുറച്ച് കടുകും മറ്റെന്താ അതിന് പറയുക, ഉലുവയില്ലേ, ഉലുവയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് അതിനെ താളിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് മതി ചോറിന് മോനെ, അടിപൊളിയായിരിക്കും. ദിൽ കയറുമാ ആസ്മോ മേ
रहेंगे Adi lắm đi. शायद उनका हेरी हो ऐसी तम दिल के अरमा आसमां में रहेंगे അങ്ങനെ തന്നെയാണെന്ന് തോന്നുക വരികൾ ഓർമ്മയില്ല. അപ്പൊ ഇനി മീനിന്റെ കഷ്ണങ്ങൾ ഇടാൻ ഞാന് ലോങ്ങിന്റെ അടുത്ത് കൊടുക്കാം. Xài lên mà. ഉപ്പിട്ടിട്ടില്ലേ നമ്മളൊന്ന് ഓർക്കണേ, എന്നോടൊന്ന് പറയണേ. Anh đi xe này vậy liền,ไม่ได้แช่อะไร ใส่เลย ไม่ใช่ใส่ทั้งหยิ ใส่ บ แต่ หยิ เนื้ บ อปลา หยิบ ใช่ ใส่ ใช่ ഓ, അതാ മോനെ ഹലുവ, അതാ അതിലേക്ക് ഇടുന്നു. ഹലുവ ഹലുവ എന്താ ആ മീൻ എത്ര ക്ലീൻ ആക്കി എടുത്തു നോക്കിയാണ്. അതിന് കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ. എങ്ങനെയാണ് ഇതിന്റെ മീന് stop സ്രാവ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അറിയോ? നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമല്ലേ, ചെറിയ സ്രാവ് അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കണ്ട ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലിങ്ങനെ മുങ്ങിക്കിടക്കണം. അതിന് പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ. സ്രാവ് ക്ലീൻ ചെയ്യുന്ന കാര്യം അല്ലേ? സ്രാവ് ക്ലീൻ ചെയ്യേണ്ടത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കിന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയെല്ലാം ഊരി വന്നോളും. എളുപ്പമാണ്, ഈസിയാണ്, ഒന്നും വലിയ പണിയില്ല. ഇവിടെ ഇപ്പോൾ മഴ ചോർന്നു പോയതാണ്. ഇനിയിപ്പോൾ മഴ വീണ്ടും വരും. വർഷത്തിൽ 8 മാസമൊക്കെ മഴ പെയ്യും. പക്ഷെ സ്ഥിരമായിട്ട് പെയ്യില്ല. പക്ഷെ ഈ ഒരു 3-4 മാസം നല്ല മഴയുണ്ടാവും. ഈ മഴയത്ത് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പ്രത്യേക ഒരു ഇതായിരിക്കും അല്ലേ? മഴയത്ത് നമുക്ക് നല്ലോണം വിശക്കുമല്ലോ. അപ്പോൾ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല നമുക്ക് അതും നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ അത്. ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ട്രാവൽ ചെയ്യായിരുന്നല്ലോ മറ്റുള്ള പല ഐലൻഡ്, 2 ഐലൻഡിൽ. അപ്പോൾ അവിടെ നല്ല ഞാൻ ഹോട്ടൽ ഫുഡായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം മാത്രമല്ലേ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ലേക്ക് അവിടെ മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മാങ്ങ അതുണ്ടാവും. ഒരു മാങ്ങ തന്നെ ഏകദേശം 1/2 കിലോ ഉണ്ടാവും. നല്ല വലുപ്പമുണ്ട്. ഇതാണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് ഇവിടെ. ലക്ഷറി ലൈഫൊന്നുമല്ല, പക്ഷേ ഈ ലൈഫിന് ഒരു നല്ല സുഖമുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഓലക്കുടിൽ എല്ലൊക്കെ മഴക്കാലത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഓലേൻ്റെ മുകളിൽ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കൊതിയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് നല്ല ഉണക്ക മീനും ഉണക്ക സ്രാവോ അല്ലെങ്കിൽ ഉണക്ക തെരണ്ടി കറി വെച്ചതോ അവിടെ എന്തൊക്കെയോ നടക്കുന്നത് പോയിട്ട് ലേക്കിനെന്തോ ഇവരുണ്ടല്ലോ ഞങ്ങളുടെ ഡെയിലി ലൈഫാണ് ഈ കാണുന്നത് ഇപ്പോൾ. അപ്പൊ ഞാനെന്താ പറഞ്ഞ ഓലക്കുടിലിനെ കുറിച്ചല്ലേ? ഓലക്കുടിൽ നമ്മൾ ഇങ്ങനെ മഴക്കാലത്ത് നല്ല രസമായിരിക്കില്ലേ? എൻ്റെ തൊപ്പി ഇഷ്ടപ്പെട്ടത് എനിക്ക്. ഇതേപോലത്തെ കുറേ എണ്ണുണ്ട് പല വിധത്തില്. നോങ്ങ് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സാധനം കാണുമ്പോൾ വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ ഓലക്കുടില് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, അവർക്കൊരു ചാനലുണ്ട്. ഷോർട്ട് വീഡിയോസാണ് ഇടാം, ഒന്ന് കയറി കണ്ടോട്ട്. ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. എന്നിട്ട് മഴക്കാലത്ത് ഓലക്കുടിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വാഴ ഇലയിൽ തെരണ്ടിയോ സ്രാവോ മത്തിയോ അയിലോ അതൊക്കെ നല്ല ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ മുളക് കറിയൊക്കെ അതും വെക്കുക. വേറെ എന്തെങ്കിലും മീനായിരിക്കണം. ഉണക്ക മീനാണ് മഴക്കാലത്ത് നല്ലത്. ചമ്മന്തിയും വാഴ ഇലയിൽ ഇങ്ങനെ പപ്പടം ചുട്ടതോ എന്ത് രസമായിരിക്കുന്നേ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഓർക്കണേ. അതാണ് എന്നോട് പറയുന്നത്, ഉപ്പിടാനാ എന്നോട് പറയുന്നത്. ഉപ്പ് ഞാൻ ഇടുമല്ലോ. ഉപ്പിട്ട് കൊടുക്ക്. ഇതിട്ടിട്ട് കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. ഇതിനെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാനേ പാടുള്ളൂ. ഈ മീന് പൊടിഞ്ഞു പോകും. ഈ സ്രാവ് മീനിന് ഒരു സ്രാവ് എന്നല്ല, പല മീനും. കണവൊക്കെ ആണെങ്കില്
Zubi zubi zubi. Yeah. Zubi zubi zubi. Hey hey. Zubi zubi zubi. Oh, zubi zubi zubi. Zubi zubi zubi. Hey hey. ഇതിലേക്ക് മാങ്ങ എത്ര നേരമായി മാങ്ങ ഫൈനലി അത് കട്ടായി. ആ എന്നെ കട്ട് ചെയ്ത് പ്ലേറ്റ് ഇടുന്നുണ്ട്. ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे sama kan तेरा साथ ना तोड़ेंगे. India ก็มาแล้วอินเตอร์เดียก็มา അപ്പൊ നമ്മൾ ഉപ്പിട്ട് എടുത്തു. മീൻ തിളച്ചും വന്നിട്ടുണ്ട്. കുറച്ച് ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞാല് ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് കടുകും ഉലുവയും കുറച്ച് കടുകും ഉലുവയും ഇട്ടിട്ട് താളിച്ചെടുക്കണം. അപ്പൊ കഴിയുന്ന സംഭവം. ഇതിന്റെ തിളക്കുന്നത് കണ്ടാ കിടന്ന് തിളക്കുന്നത് കണ്ടാ എന്റെ മോനെ. ഇവിടെ വരുന്ന ഒരു വാസന ഉണ്ടല്ലോ. ഇനിയിപ്പോ അതിന് വെളിച്ചെണ്ണയും കൂടി എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ 1:45, 2:30, 3 ആയിരിക്കും. സംഭവമാണ്. ഉണ്ടാ, ഇതാണ് സ്നേഹം. നോങ്ങ് ലേക്ക് മാങ്ങ കട്ട് ചെയ്തു. നോങ്ങ പോയി എടുത്തോണ്ട് വന്നു. തേങ്ങ പിന്നെ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാം. മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അടിപൊളി മാങ്ങ. സൂപ്പർ മാങ്കോ. നല്ല മാങ്ങ. നല്ല മധുരമുണ്ട്. ചില മാങ്ങ ഇവിടെ തന്നെ പല ഒരുപാട് വെറൈറ്റി മാങ്ങയുണ്ട് തായ്ലൻഡില്. എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും 10-ൽ കൂടുതൽ വെറൈറ്റി മാങ്ങ ഞങ്ങൾ തന്നെ ഇവിടെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെ കൂടുതലുണ്ടാവും. ഈ കുക്കിംഗ് പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇനിയിപ്പോ നമ്മൾ ഫോണ്ടില് മീനൊക്കെ ഇട്ടു. അതൊക്കെ വലുതായിട്ട് അപ്പോഴേക്ക് പിന്നെ ലീക്കാവും. അപ്പൊ പിന്നെ ഞാൻ ആ മീനിനെ പിടിച്ച് വേറൊരു ഫോണ്ടിലിടും. പിന്നെ ആ മീൻ ചത്തു. അങ്ങനെയാണ് നടക്കുക മിക്കവാറും. ഇവിടുത്തെ തണുപ്പ് ഇതേണ്ട. ഇവിടുത്തെ തണുപ്പ് കൊണ്ടാണ് ഇതിപ്പോ ഉറഞ്ഞിരിക്കുക. കോക്കനട്ട് ഓയിലാണിത്. പുറത്തുള്ള വെതർ അപ്പൊ എത്ര തണുപ്പുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ചട്ടിയില്ലേ, കലം, നമ്മുടെ നാട്ടിലൊക്കെ കുടുക്കാന്ന് പറയും, അതിലുണ്ടാക്കണം മീൻകറി. എന്നിട്ട് എന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കാം. ഭയങ്കര അപ്പാര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ടേസ്റ്റ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു അപാര കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചട്ടിയിൽ ഉണ്ടാക്കുക മീൻകറി. എന്നിട്ട് അവിടെ വെക്കുക. അന്ന് കഴിക്കരുത്, പിറ്റേ ദിവസം കഴിക്കാം. സൂപ്പറായിരിക്കും. എൻ്റെ മീൻ കുഞ്ഞുങ്ങൾ ഓടി കളിക്കുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട്. കുറേ എണ്ണമുണ്ട്. ഓടട്ടെ. നമ്മുടെ സന്തോഷമുണ്ട്, ഒരു സന്തോഷം. ആ സന്തോഷത്തിന് സന്തോഷമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറേ മീനിനെ വാങ്ങിക്കൊണ്ടുവന്നത്. കേട്ടോ സന്തോഷേ? ഞാനിത് കുറേ മീൻകുട്ടികളെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കാണിച്ചു തരും. വലുതാകുമ്പോൾ പെട്ടെന്ന് വലുതാവേ. എനിക്ക് ഈ മീനുകളോടും പൂച്ചകളോടും പട്ടികളും എല്ലാത്തിനോടും എനിക്ക് ഇഷ്ടമാണ്. ഓടി വരും. കുറെ കാലം ജീവിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മുടെ മീൻ കറി, ഇത് മീന് വെന്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഉലുവയും കൊടുക്കണം, കുറച്ച് കടുവും ഇട്ട് കൊടുക്കണം.
എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണ അങ്ങോട്ട് എത്തണം. അപ്പം അതിൻ്റെ പണിയായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ കട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇതൊന്ന് രാവിലെ വാങ്ങിയതാണ് മാർക്കറ്റിൽ. ആദ്യം വാങ്ങിയ വെളിച്ചെണ്ണ എല്ലാം തീർന്നു. വെളിച്ചെണ്ണയൊക്കെ നല്ല ചിലവാണ് ഇവിടെ. ഞാൻ പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നു. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. നാടൻ രുചിയല്ലേ. ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കടുകുണ്ട്, ഉലുവയുണ്ട്. ഇതിൽ ആദ്യം ഏതാണെന്ന് അറിയാമോ? കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇടണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ എടുക്കുക, ഇടുക. സോൾട്ട് ബേ പിന്നെ ഇടുക. ഉപ്പും അങ്ങനെ വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറി കൊള്ളാവേ. ഈ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമോ? ഇങ്ങനെ കൈ വിരലിട്ട് വെക്കരുത്. വിരൽ പൊള്ളും എന്ന് ഞാൻ പറയുന്നത്. ഒരു 2 കടുക് ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ചൂടായതാണ്. കുറച്ചുകൂടെ ഒന്ന് ചൂടാവാനുണ്ട്. ചൂടാക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. വാഴയില വെട്ടണം. എന്നിട്ട് ഒന്ന് കുളിക്കണം. ആദ്യം കുളിച്ചിട്ട് വാഴയില വെട്ടിക്കൊണ്ടുവന്നിട്ട് നല്ല ട്യൂഷനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കില എന്നൊക്കെ പറയും. ആ വാഴയിലേൻ്റെ അറ്റത്തുള്ള അത് കട്ട് ചെയ്തിട്ട് അതിലാണ് ഇന്ന് ഞാൻ ചോറ് തിന്നാൻ പോകുന്നത്. കാരണം ആ ഐലൻഡിൽ പോയിട്ട് ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ നാടൻ ഫുഡ്. അപ്പോൾ കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആഹാ, നല്ല സമയം ഇട്ട് കൊടുക്കുക. കറക്റ്റ് ചൂടാ. പിന്നെ ഉലുവ കൂടുതൽ ഇടരുത്, ഒരു കയ്പ്പ് രസം വരും. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അത് കൊട്ടി വരുമ്പോൾ കുറച്ച് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില നല്ല സംഭവമാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, എല്ലാറ്റിനും. മീൻ കറിക്ക് കറിവേപ്പില. ആ സൗണ്ട് കേട്ടോ, ആ ശബ്ദം. പിന്നെ നേരെ എന്താ മോനെ, എനിക്ക് വയ്യ. എവിടെ വരുന്ന ആ ഒരു വാസന ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാസനയാണ് വരുന്നത്. അവിടെ കിടക്കട്ടെ, ഒന്നുകൂടി ചൂടായിക്കോട്ടെ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ഇതൊരു കഴിപ്പുണ്ടെന്ന് വാഴയിലയിൽ. ഇത് കണ്ട, ഇതിന് മാലാൻ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. പല സ്ഥലങ്ങളിലും പലതാണ് പറയുക. എന്താണെന്നുള്ള പേര് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇത് 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ചെയ്യുക കുറച്ച്. അപ്പോൾ ഒരു ചോറുണ്ണുമ്പോൾ ഒരു ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറാവും അല്ലേ. ക്ലീൻ ചെയ്യുന്നുണ്ട് കാങ്. ഞങ്ങളുടെ പൂച്ചയൊക്കെ വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത് ഗൈസ്. ബാർബിക്യൂ ഒക്കെയാണ് കഴിക്കുന്നത്.กับลงที่ตรงเนื้ออาจแทบบาดยาโมแต่เล็กจนโตเห็นยาตระงานบัดนี้ลานมากราบยาแล้ว നമ്മുടെ ആ മാലാൻ മീനില്ലേ, അത് കാങ് ക്ലീൻ ചെയ്താണോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് ഫ്രൈ ചെയ്തിട്ട്, കാരണം ഈ മീൻ ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും മഴയത്ത് കഴിക്കാനേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലങ്ങ് ഫ്രൈ ചെയ്യണ്ടേ, വേറെ എന്താ വലിയ പണിയൊന്നുമില്ല. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, ടേസ്റ്റും ഉണ്ടാവും, പിന്നെ അടി പിടിക്കുകയില്ല. അത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീൻ ഫ്രൈക്കൊക്കെ ഒരു വല്ലാത്ത ടേസ്റ്റ്. ഇതും കൂടെ ഫ്രൈ ചെയ്തിട്ട് വേണം
എനിക്ക് പോയിട്ട് കുളിച്ചിട്ട് ഫ്രഷായിട്ട് ഈ മഴയൊന്ന് ആസ്വദിക്കണം. പറ്റുകയാണെങ്കിൽ ഇനി ആ മഴയുടെ ഒരു വീഡിയോ വേറെ പ്രത്യേകമായിട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. എന്തിനാ അറിയോ, ഈ മഴേൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ ഉറങ്ങുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ ആരും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഉണ്ട്, യൂട്യൂബിലുണ്ട് വീഡിയോ. നമുക്കൊന്ന് ചെയ്യാം. എന്നിട്ട് കിടന്നുറങ്ങുമ്പോഴല്ലോ ആ മഴേൻ്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും. സൂപ്പറായിരിക്കില്ലേ പരിപാടി? 1 കിലോ മീനാണ് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയപ്പോൾ 1/2 കിലോ ഉള്ളൂ. കലവന്മാരൊക്കെ പോയില്ലേ, അപ്പോൾ പിന്നെ അത്രയല്ലേ ഉണ്ടാവും. അത്ര മതിയെന്ന് 2 ട്രിപ്പ് ഫ്രൈ ചെയ്യേണ്ടി വരും. രണ്ടും നല്ല വെളിച്ചെണ്ണ കിടന്നിട്ട് കറിവേപ്പിലയും കടുകെല്ലാം ഇട്ടപ്പോൾ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. പിന്നെ കഴിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇതെന്തായാലും കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരും. ഇത് കണ്ട ഗൈസ്, ഞാൻ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇത് എടുക്കുന്നത്. എന്തിനാ അറിയാം, ഇങ്ങനെ കടിച്ച് മുറിച്ച് ഇങ്ങനെ കിറ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടി. കടിച്ചത് മുള്ളെല്ലാം തിന്നാൻ പറ്റും അങ്ങനെയാകുമ്പോൾ. No. My new yum. Nó phải căng. Aloy bắt nó. Aloy. Aloy phúc vàng không? Ngon luôn đi. Nó có chim nám đấy không? Aloy. Nước pa làm mấy lòng nữa mà chả có rồi. Nước pa có aloy. Mấy chém mưa cái phòng nó có thấm rồi. Nó cần như cái bây giờ các con cho con thường. പൂയ അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ്. സ്രാവ് വരട്ടിയതും മീൻ ഫ്രൈയും വേറെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ കഴിക്കുന്നത് അതായത് സ്രാവ് മുളകിട്ടത്, പിന്നെ മീൻ ഫ്രൈയും.